പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് സമ്മർ സ്ലാമിലെ ഒരു മത്സരത്തിൻ്റെ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഗുന്തറും ഇക്കോളിസും തമ്മിലുള്ള 1-on-1 മത്സരത്തിൻ്റെ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടുപേരും റിങ്ങിലേക്ക് വരുന്നു. ഈ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ് ആരംഭിക്കുന്ന ഒരു സമയത്ത് തന്നെ അതിലെ റൂൾസ് ആദം പിയേഴ്സ് വെളിപ്പെടുത്തുന്നുണ്ട്. നിക് ഓൾഡിസിന് ഒരു ജനറൽ മാനേജർ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും ആ പൊസിഷൻ വിട്ടുകൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു. കൂടാതെ നിക് ഓൾഡിസിന് ഈ മത്സരത്തിൽ സംഭവിക്കുന്ന പരിക്കുകൾക്ക് കമ്പനി ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്നുള്ളതും പറയുന്നു. മത്സരം ബ്രൂട്ടലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റൂൾസൊക്കെ ആദം പിയേഴ്സ് വെളിപ്പെടുത്തിയത്. നിക് ഓൾഡിസ് ജനറൽ മാനേജർ പൊസിഷൻ വിട്ടുകൊടുത്താൽ അത് ആദം പിയേഴ്സിൻ്റെ കയ്യിലേക്കാണ് വരിക എന്നുള്ളതും ആദം പിയേഴ്സ് പറയുന്നുണ്ട്. ഇതിനൊക്കെ സമ്മതം പറഞ്ഞുകൊണ്ട് നിക് ഓൾഡിസ് അതിലേക്ക് ഒപ്പിടുന്നു. പിന്നാലെ ഗുന്തറും ഒപ്പിടുന്നു. അതിനുശേഷം നിക് ഓൾഡിസിനോട് ഗുന്തർ പറയുന്നത് നിക് ഓൾഡിസിന് ഗുന്തറിനോട് അസൂയാണ്. നിക് ഓൾഡിസിനേക്കാൾ വലിയ അച്ചീവ്മെൻറ്റുകൾ WWE നേടിയെടുക്കാൻ ഗുന്തറിനെ സാധിച്ചതുകൊണ്ട് തന്നോടുള്ള അസൂയാണ് ഈ ഒരു മത്സരത്തിലേക്ക് എത്തിച്ചത് എന്ന് ഗുന്തർ പറയുന്നു. അവസാനം ഈ ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ് പതിയെ പോലെ ഒരു ഫൈറ്റിലേക്ക് എത്തുന്നു. ആദ്യത്തെ പഞ്ച് നിക് ഓൾഡിസിൻ്റെ ഭാഗത്തു നിന്നാണ് കാണാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും ആ ഒരു ഫൈറ്റിൽ ആധിപത്യം ലഭിക്കുന്നത് ഗുന്തറിനാണ്. ആ റിങ്ങിലുണ്ടായിരുന്ന ടേബിളിലേക്ക് പവർ ബോംബ് ചെയ്ത് നിക് ഓൾഡിസിനെ ആക്രമിച്ച ഗുന്തർ പിന്നീട് ഒഫീഷ്യൽസ് വന്ന് പിടിച്ചു മാറ്റുന്ന ഒരു രംഗവും കൂടി കാണിച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ ആദ്യത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് സാമ്യൂസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. അതായത് നിക് ഓൾഡിസിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ് പങ്കുവെക്കാൻ വന്ന കാറ്റ് കെലി എന്ന് പറയുന്ന ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ നിന്ന് ക്യാമറ തട്ടിയെടുത്തുകൊണ്ട് സാമ്യൂസൻ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അവസരങ്ങളെല്ലാം മാനേജ്മെൻറ്റ് അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയുടെ ഭാഗമാണെന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് ആദം പിയേഴ്സ് വരുന്നു. ആദം പിയേഴ്സിനോട് സാമ്യൂസൻ ആവശ്യപ്പെടുന്നത് തനിക്ക് നീതി വേണം, സമ്മർ സ്ലാമിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം ട്രിപ്പിൾ ത്രെറ്റ് ആക്കി മാറ്റണം എന്നാണ്. അതൊരിക്കലും നടക്കില്ല എന്ന് ആദം പിയേഴ്സ് പറയുന്നു. പിന്നീടും ചൂടാകുന്ന രീതിയിൽ സാമ്യൂസൻ സംസാരിക്കുന്നുണ്ട്. തന്നെ എല്ലാവരും കൂടി കബളിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തന്നോട് ക്രൂരതയുള്ള പെരുമാറ്റമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നൊക്കെ സാമ്യൂസൻ പറയുന്നുണ്ട്. അപ്പോൾ സാമ്യൂസന് ഒരു ആശ്വാസം എന്നോണം ഒരു മത്സരം സമ്മർ സ്ലാമിലേക്ക് കൊടുക്കുന്നു. സാമ്യൂസൻ അതിൽ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. സാമ്യൂസൻ്റെ എതിരാളിയെ കണ്ടുപിടിക്കണം, അതിനൊരു ഫേറ്റൽ ഫോർ വേ നടക്കുമെന്നും അതിൽ വിജയിക്കുന്ന റെസ്ലറും സാമ്യൂസനും തമ്മിൽ ഏറ്റുമുട്ടും സമ്മർ സ്ലാമിലെ മത്സരത്തിൽ വിജയിക്കുന്ന ആ വ്യക്തിക്ക് നമ്പർ 1 കണ്ടൻഡർ ആകാം. അതായത് CM പങ്കിനെതിരെയോ കോഡി റോഡ്സിനെതിരെയോ സമ്മർ സ്ലാമിന് ശേഷം ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കിട്ടും എന്നുള്ളതാണ് ആദം പിയേഴ്സ് പറയുന്ന ഒരു സ്റ്റിപ്പുലേഷൻ. അത് സാമ്യൂസൻ ഓക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നു. സ്മാക്ഡൗൺ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരം നമുക്ക് കാണാൻ സാധിച്ചത് മുൻ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ബ്രീ ബെലയും നിലവിൽ പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ലെയ്ൻലി റൈഡും തമ്മിലുള്ള മത്സരമായിരുന്നു. നല്ല ഒരു മത്സരമായിരുന്നു. ഒരു ഏവറേജ് തലത്തിനേക്കാൾ മുകളിലുള്ള മത്സരമായിരുന്നു. അപ്രതീക്ഷിതമെന്നോണം ലൈൻലി റൈഡിനെ പിൻഫോളിലൂടെ ബ്രീ ബെല്ല പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ഈ ഫെലോൺ ഹെൻലി അതുപോലെ തന്നെ JC ജെൻ തുടങ്ങിയവരുടെയൊക്കെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിച്ചു. പേജിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ബ്രീ ബെല്ല വിജയിച്ചതിന് ശേഷം ഫേറ്റൽ ഇൻഫ്ലുവൻസ് പേജിനെയും ബ്രീ ബെല്ലയെയും ആക്രമിക്കുന്നുണ്ട്. നിക്കി ബെല്ലയുടെ സർപ്രൈസ് റിട്ടേൺ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. നിക്കി ബെല്ല വന്നപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ ഉറപ്പായി ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും കൂടി നിക്കി ബെല്ല പങ്കുവെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സമ്മർ സ്ലാമിലേക്ക് ഒരു 6 വുമൺ ടാഗ് ടീം മത്സരം, അതായത് ഫേറ്റൽ ഇൻഫ്ലുവൻസിലെ 3 പേരും നിക്കി ബെല്ല, ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവരുടെ 3 പേരും തമ്മിൽ കളിക്കുന്ന ഒരു 6 വുമൺ ടാഗ് ടീം മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി. സ്മാക്ഡൗൺ എപ്പിസോഡ് പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഫേറ്റൽ ഫോർ വേ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഫിൻ ബെലറിനോട് മത്സരത്തിൽ വിജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 2016 10 വർഷങ്ങൾക്ക് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ, അദ്ദേഹം ആദ്യമായി ചാമ്പ്യനായതിനെ സംബന്ധിച്ച് സംസാരിച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് ഗുന്തർ അങ്ങോട്ടേക്ക് വരുന്നു. ഫിൻ ബെലറിനോട് പരിഹാസ രൂപേണ ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഇനി ചാമ്പ്യൻഷിപ്പിന് വരാൻ പോകുന്നത് ഞാനാണ്, ആര് വന്നാലും തനിക്കുള്ള മത്സരത്തിൽ താൻ തന്നെ വിജയിച്ചു കയറുമെന്നുള്ളതും ഗുന്തർ പറഞ്ഞ് അവിടം വിട്ട് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഫേറ്റൽ ഫോർ വേയിൽ പങ്കെടുക്കുന്ന റോയ്സ് കീസ് വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങോട്ട് സോളസിക്കോവ വരികയും റോയ്സ് കീസിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ സമ്മർ സ്ലാമിൽ നമ്മളുടെ ടീം വിജയിക്കും. അതിനുശേഷം നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൽ റോയ്സ് കീസ് വിജയിക്കും. അങ്ങനെ റോയ്സ് കീസ് മികച്ചൊരു താരമായി മാറും എന്നൊക്കെ പറഞ്ഞ് സോളസിക്കോവ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് LA നൈറ്റ് വരുന്നു. ബ്ലഡ് ലൈനെതിരെയുള്ള പ്രയോറിറ്റി ഒട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം റോയ്സ് കീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ റോയ്സ് കീസിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഇന്നത്തെ ദിവസം നൽകാൻ LA നൈറ്റ് ഒരുക്കമാണെന്ന് പറയുന്നു. സോളസിക്കോവയും അതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. സോളസിക്കോവയുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ ഉടനീളമുള്ള ഡയലോഗ് ഡെലിവറി നോക്കിയാൽ രസകരമായിരുന്നു. സോളസിക്കോവയ്ക്ക് കുറച്ച് സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം
അദ്ദേഹത്തിന് ലഭിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആ സെഗ്മെൻറ്റുകൾ വളരെ എൻ്റർടൈനിങ് ആക്കി മാറ്റാൻ ഈ താരത്തിന് പ്രത്യേക കഴിവുള്ളതായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ കൂടിയും കാണാൻ സാധിച്ചു. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും ചെൽസി ഗ്രീനും സംസാരിക്കുന്നു. ചെൽസി ഗ്രീൻ ക്വാളിഫൈ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് വുമൻസ് ചാമ്പ്യനാകുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ടിഫനി സ്ട്രാറ്റൻ ഈ 2 ചാമ്പ്യൻഷിപ്പും ഒരേ സമയം കൈവശം വെക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ചെൽസി പറയുന്നുണ്ട് ആദ്യം താൻ ക്വാളിഫൈ മത്സരത്തിൽ വിജയിക്കണം, അപ്പോൾ തൻ്റെ മാച്ചാണ് അടുത്തത്, ഞാൻ അങ്ങോട്ടേക്ക് പോകുകയാണ് എന്ന്. പിന്നീട് പിന്നിൽ വന്നു നിന്ന ബ്ലേക്ക് മെൻട്രോ ടിഫനി സ്ട്രാറ്റനെ ഒന്ന് തോണ്ടിക്കൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിന് താൻ അടുത്തതായിട്ട് വരാൻ പോകുന്നു എന്നുള്ള ഒരു മറുപടിയും കൊടുത്തുകൊണ്ട് അവിടെ ആ ഒരു രംഗം അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ 2ാമത്തെ മത്സരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ചെൽസി ഗ്രീൻ വേഴ്സസ് കിയാന ജെയിംസ് തമ്മിലുള്ള മത്സരമായിരുന്നു. സമ്മർസ്ലാമിൽ നടക്കാൻ പോകുന്ന വുമൻസ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ലാറ്റർ മത്സരത്തിലേക്കുള്ള 3ാമത്തെ ക്വാളിഫൈങ് മത്സരം ഒരു 5 മിനിറ്റിൽ താഴെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ചെൽസി ഗ്രീൻ പിൻഫോളിലൂടെ ക്ലീനായി തന്നെ കിയാന ജെയിംസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലാറ്റർ മത്സരത്തിലേക്കുള്ള യോഗ്യത നേടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഫെയ്റ്റൽ ഫോർവേയിൽ പങ്കെടുക്കുന്ന ഡെമിനി പ്രീസ്റ്റ് വാമപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് ആർ-ട്രൂത്ത് കയറി വരുന്നു. ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഡിഫെൻഡ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇന്നത്തെ സ്മാക്ഡൗണിൽ അല്ല എന്നും അത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിൽ വാർ റൈഡേഴ്സിനെതിരെയാണെന്നും പറയുന്നു. അപ്പോൾ നീ എന്തിനാണ് വാമപ്പ് ചെയ്യുന്നത് എന്ന് പ്രീസ്റ്റിനോട് ട്രൂത്ത് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പ്രീസ്റ്റ് കൊടുക്കുന്നത് തനിക്ക് ഇന്നൊരു ഫെയ്റ്റൽ ഫോർവേ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, സിംഗിൾസ് മത്സരമാണെന്ന് പറയുന്നു. അപ്പോൾ ഫെയ്റ്റൽ ഫോർവേ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രീസ്റ്റും കൺഫ്യൂഷൻ ആകുന്നുണ്ട്, ട്രൂത്തും കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് അമേരിക്കൻ നൈറ്റ്മെയർ ആയ കോഡി റോഡ്സ് വരുന്നത്. കോഡി റോഡ്സ് വന്നിട്ട് ആ ട്രൂത്തുമായിട്ട് സംസാരിക്കുന്നു. ട്രൂത്ത് രംഗത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും പ്രീസ്റ്റുമായിട്ട് കോഡി റോഡ്സ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രീസ്റ്റിനോട് കോഡി റോഡ്സ് പറയുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടറിലേക്കുള്ള ഒരു ക്വാളിഫൈങ് മത്സരത്തിൽ വിജയിച്ച് വരൂ എന്നുള്ളത്. അപ്പോൾ പ്രീസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് പങ്കുവെക്കുന്നത്. നിങ്ങൾ മാത്രമാണ് എപ്പോഴും മെയിൻ ഇവൻ്റ് തലത്തിലുള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ വലിയൊരു അമർഷമുണ്ട്. എന്തായാലും ഞാൻ ഈ ഒരു ഫെയ്റ്റൽ ഫോർവേയിൽ വിജയിക്കും, നിനക്കെതിരെ വരും എന്നൊക്കെ പറഞ്ഞ് പ്രീസ്റ്റ് ആ ഒരു രംഗം അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ എപ്പിസോഡ് വീണ്ടും ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റിലേക്കാണ് എത്തുന്നത്. WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ CM പങ്കും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ്. ഇവർ ആദ്യം ആ ഒരു സെഗ്മെൻറ്റിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ CM പങ്ക് വരുമ്പോൾ തന്നെ ആ ഒരു മൈക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇന്നത്തെ സ്മാക്ഡൗണിൽ അത്ര ക്ലിക്കായതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. ടിപ്പിക്കൽ ഇവർ ഫേസ് ടു ഫേസ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സെഗ്മെൻറ്റിൻ്റെ അതേ ഒരു പ്രതീതി മാത്രമേ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. CM പങ്ക് വാക്കുകൾ കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ നേടുന്നതോ അതിനെ കൗണ്ടർ ചെയ്യുന്ന കോഡി റോഡ്സിൻ്റെ വാക്കുകളോ നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. ഈ പ്രൊമോയുടെ ഈ ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റിൻ്റെ അവസാനം ഡസ്റ്റി റോഡ്സിൻ്റെ മകനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് CM പങ്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യും എന്നുള്ളൊരു വാചകം മാറ്റി നിർത്തിയാൽ മറ്റതൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അതായത് CM പങ്കിന് പിറകെ കോഡി റോഡ്സ് പോയതും CM പങ്കിന് ചെയ്തതുപോലെയൊക്കെ കോഡി റോഡ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും CM പങ്കിൻ്റെ നിഴലിൽ നിന്ന് കോഡി റോഡ്സിന് മാറാൻ സാധിക്കാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊമോസുമാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു നോർമൽ ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് സമ്മർ സ്ലാമിന് എത്ര ബൂസ്റ്റിംഗ് നൽകുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമല്ല പറയാനുള്ളത്. ഒരു ഫൈറ്റ് ഇതിൽ ഒരു വില്ലനെ കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവർ അത്തരത്തിലേക്കൊന്നും ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ പോയിട്ടില്ല. ഇനി അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ 3ാമത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് സമ്മർ സ്ലാമിൽ നടക്കുന്ന ലാഡർ മത്സരത്തിലേക്ക് വുമൻസ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ലാഡർ മത്സരത്തിലേക്കുള്ള 4ാമത്തെ ക്വാളിഫൈങ് മത്സരമായിരുന്നു. ഷാർലറ്റ് ഫ്ലെയറും നയ ജാക്സും തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ഷാർലറ്റ് ഫ്ലെയർ നയ ജാക്സിനെതിരെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ വിജയം നേടിയെടുക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ജേഡ് കാർഗിൽ, ബി-ഫാബ്, മീച്ചിൻ തുടങ്ങിയവരുടെ ഒരു ഇടപെടൽ മത്സരത്തിൻ്റെ ഒരു മധ്യഭാഗം തൊട്ട് ഉണ്ടായിരുന്നു. അവസാനം ഷാർലറ്റിനെ ജേഡ് കാർഗിലും ബീച്ചിനും ബി-ഫാബും ആക്രമിക്കുന്നതും മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെയാണ് ഷാർലറ്റ് ഫ്ലെയർ ഈ ലാഡർ മത്സരത്തിലേക്കുള്ള യോഗ്യത നേടുന്നത്. നയ ജാക്സ് 2ാമത്തെ ആഴ്ചയും ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ പരാജയപ്പെടുന്നു. തൻ്റേതായിട്ടുള്ള കാരണങ്ങളല്ലാത്തത് കൊണ്ട് താൻ പരാജയപ്പെടുന്നതിനോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ, ആ കമൻറ്റേഴ്സ് ടേബിളിലെ ആ ഒരു ബോർഡൊക്കെ വലിച്ചെറിഞ്ഞ് മോണിറ്ററൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ ഒരു ദേഷ്യം നയ ജാക്സ് പ്രകടിപ്പിക്കുന്നതായിട്ടും മത്സരശേഷം കാണാൻ സാധിച്ചു. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഫെയ്റ്റൽ ഫോർവേ മത്സരമായിരുന്നു. ഫിൻ ബാലർ വേഴ്സസ് റോയ്സ്കീസ് വേഴ്സസ്
ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ്. നല്ല കിടിലൻ ഫേറ്റൽ ഫോർ വേ മത്സരമായിരുന്നു. ഇന്നത്തെ സ്മാക്ഡൗണിലെ ഗംഭീരമായിട്ടുള്ള മാച്ച് ഓഫ് ദ നൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരവും ഈ ഒരു ഫേറ്റൽ ഫോർ വേ മത്സരമായിരുന്നു. വുമൻസ് ഡിവിഷനായിരുന്നു മറ്റ് 3 മത്സരങ്ങളും. മെൻസ് ഡിവിഷനിൽ ലഭിച്ച ഏക മത്സരവും ഈ മെയിൻ ഇവൻറ്റിലെ മത്സരമായിരുന്നു. സ്റ്റിപ്പുലേഷൻ നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. വിജയിക്കുന്ന റസ്ലറിന് സാമി സൈനെതിരെ സമ്മർ സ്ലാമിലൊരു മത്സരം. ആ മത്സരത്തിൽ വിജയിക്കുന്ന റസ്ലറിന് നമ്പർ 1 കണ്ടൻഡർ ആകാം, അതും അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വേണ്ടി. അപ്പോൾ ഒരു ഗംഭീര സ്റ്റിപ്പുലേഷൻ ആയിരുന്നു. അതിനനുസരിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം. റോയ്സ് കീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മത്സരത്തിൻ്റെ മധ്യഭാഗത്ത് സോളോസിക്കോവയുടെ എൻട്രി ഉണ്ടാകുന്നു. അവിടെ റോയ്സ് കീസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ സോളോസിക്കോവയെ ആക്രമിക്കാൻ വേണ്ടി ഊസോസ് വരുന്നു. ഈ ഊസോസിനെ അടിക്കാൻ വേണ്ടി എൽ എ നൈറ്റ് വരുന്നു. അങ്ങനെ എൽ എ നൈറ്റ്, ഊസോസ്, സോളോസിക്കോവ ഇവർക്കിടയിലെ ഫൈറ്റ് നടക്കുന്ന ഒരു സമയത്താണ് റോയ്സ് കീസ് വിജയത്തിലേക്ക് പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ജക്കഫാറ്റുവിൻ്റെ ഒരു എൻട്രി റോയ്സ് കീസിൻ്റെ കാല് പിടിച്ച് നിലത്തേക്കിടുന്നു. അത് പിന്നീട് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ്, റോയ്സ് കീസിനെ ഒറ്റയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ജക്കഫാറ്റുവിൻ്റെ ആക്രമണവും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഈ അവസരം ഫിൻ ബാലർ യൂട്ടിലൈസ് ചെയ്യുന്നു. ഫിൻ ബാലർ പിൻഫോളിലൂടെ മത്സരത്തിൽ വിജയിച്ച് അദ്ദേഹം ആ ഫേറ്റൽ ഫോർവേയിൽ വിജയിച്ച് സാമ്യൂജിനെതിരെയുള്ള ഒരു ഒപ്പോണൻ്റായി മാറുന്നു. അങ്ങനെ ഫിൻ ബാലർ വിജയിച്ചുകൊണ്ട് ഫിൻ ബാലറിന് വലിയൊരു മൊമെൻറ്റം കൊടുത്തുകൊണ്ട് സ്മാക്ഡൗൺ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഫിൻ ബാലറിന് വലിയൊരു മൊമെൻറ്റം കിട്ടിയത് കൊണ്ട് തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡ് കൊള്ളാം എന്ന് പറയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പോലും എനിക്ക് സ്മാക്ഡൗൺ എപ്പിസോഡ് സമ്മർ സ്ലാം എന്ന് പറയുന്ന ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റ് മുന്നിലുള്ളപ്പോൾ ഇങ്ങനെയല്ല ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. ഇതിനേക്കാൾ ബെറ്ററാക്കി ബിൽഡ് ചെയ്യാമായിരുന്നു എന്നാണ് അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം സംഭവിച്ച സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ട്രിക് വില്യംസ് ഫേറ്റൽ ഫോർവേയിൽ പരാജയപ്പെട്ടതിന് ശേഷം കാണികൾക്കൊക്കെ കൈകൊടുത്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുകയായിരുന്നു. അതിനിടയിൽ ബെറൺ കോർബിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആക്രമണം, അത് റിങ്ങിന് പുറത്ത് വെച്ചിട്ടും ഉള്ളിൽ വെച്ചിട്ടും ബെറൺ കോർബിൻ ട്രിക് വില്യംസിനെ ആക്രമിക്കുന്നു. അതിനുശേഷം ബെറൺ കോർബിൻ ആ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സമയത്ത്, എൻട്രൻസ് റാമ്പിൽ എത്തിയ ഒരു സമയത്ത് അവിടെ ട്രിക് വില്യംസ് മൈക്കെടുത്തുകൊണ്ട് സമ്മർ സ്ലാമിലേക്ക് ബെറൺ കോർബിനെതിരെയുള്ള ഒരു മത്സരത്തിനുള്ള ഒരു ചലഞ്ച് ഇടുന്നു. ബെറൺ കോർബിൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ സമ്മർ സ്ലാമിലേക്ക് ബെറൺ കോർബിൻ വേഴ്സസ് ട്രിക് വില്യംസ് തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്ന ഒരു വാർത്തയും നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ സമ്മർ സ്ലാമിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിനെ സംബന്ധിച്ച്, അതായത് 6 വുമൺ ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ പങ്കുവച്ചതാണ്. കൂടാതെ ലേറ്റർ മത്സരത്തിലേക്ക് നമുക്കിന്ന് ചെൽസി ഗ്രീൻ, ഷാർലറ്റ് ഫ്ലെയറിൻ്റെ തുടങ്ങിയവരുടെ ഒരു യോഗ്യത നേടുന്ന ഒരു അപ്ഡേറ്റ് നമ്മൾ പങ്കുവച്ചതാണ്. ഇനി അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്കുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡാമിൻ പ്രീസ്റ്റ് ആർട്രത്തിനോട് പറഞ്ഞ ആ ഒരു ബാക്ക് സ്റ്റേജിൽ സെഗ്മെന്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്, ഇവരുടെ കൈവശമുള്ള WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വാർ റൈഡേഴ്സ് എന്ന് പറയുന്ന ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്തേക്കും. കൂടാതെ അവസാനത്തെ ഈ വുമൻസ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ലേറ്റർ മത്സരത്തിലേക്കുള്ള ആ പാർട്ടിസിപ്പൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരം നടക്കുന്നുണ്ട്. നയ ജാക്സ്, ജൂലിയ, ലാഷ് ലെജൻഡ് തുടങ്ങിയ 3 പേരാണ് ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റിൽ ഈ ഒരു ക്വാളിഫയിങ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ വിജയിക്കുന്ന റസ്ലറിന് 5ാമത്തെയും അവസാനത്തെയും പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വുമൻസ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ലേറ്റർ മത്സരത്തിലേക്കുള്ള ഒരു യോഗ്യത നേടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.